പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിറയട്ടെ. ആമേൻ. സ്നേഹം പൂർണ്ണമായ അരൂപിയിലുള്ള രൂപം. സ്നേഹത്തിന്റെ പൂർണ്ണമായ രൂപം വചനമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം പൂർണ്ണമായ ജ്ഞാനം നിറഞ്ഞപ്പോൾ അത് ആത്മാവും ജീവനുമുള്ള പ്രകാശമായി. ആ ജീവനും ആത്മാവുമുള്ള പ്രകാശം ദൈവത്തോടു കൂടെയായിരുന്നു. അപ്പം ദൈവമായിരുന്ന ആ പ്രകാശം ദൈവത്തോടു കൂടെ ഇരുന്ന ദൈവപ്രകാശം. ആ പ്രകാശം ഉദിച്ചു ലോകത്തിലേക്ക് വരുന്നത് വചനമായ യേശുവാണ്. യേശു വചനമായി മറിയത്തിന്റെ ഉദരത്തിൽ പ്രവേശിക്കുമ്പോൾ അത് ജീവന്റെ വചനമായിരുന്നു. ആ വചനം ദൈവപ്രകാശമായിരുന്നു. അപ്പൊ ദൈവപ്രകാശം നമുക്ക് ലഭിക്കേണ്ടത് ദൈവത്തിന്റെ ആത്മാവിൽ നിന്നാണ്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നാം ദൈവത്തെ ആരാധിക്കുന്നു. നാം ആരാധിക്കേണ്ടവരാണ്. ദൈവം ആരാധനയിൽ നിറഞ്ഞു നിൽക്കുന്ന ദൈവസ്നേഹമാണ്. നാം ഹൃദയം കൊണ്ടാണ് ആരാധിക്കുന്നെങ്കിൽ നമുക്ക് പല വിചാരം വരികയില്ല. പല വിചാരം നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ആരാധന ആത്മാവിലല്ല, ജഡീകമാണ്. നിങ്ങൾ കരുതിക്കൊള്ളുവിൻ, ഒരു ജഡീക മനുഷ്യൻ എത്ര പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നില്ല. എന്നാൽ ആത്മീക മനുഷ്യൻ ഹൃദയം തുറന്നാൽ മതി, ദൈവം പ്രാർത്ഥന കേൾക്കും. കാരണം അവന്റെ പേര് സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. യേശു ശിഷ്യന്മാരോട് പറയുന്നതാണ്, നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടു എന്നതിനെ ഓർത്ത് സന്തോഷിക്കുവിൻ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പല വിചാരങ്ങളോ ചിന്തകളോ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നില്ലെന്ന് നിങ്ങൾ ഗ്രഹിച്ചു കൊള്ളുവിൻ. അപ്പൊ നമ്മളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തുന്നുണ്ടോ എന്ന് നാം നമ്മുടെ ഹൃദയം പരിശോധിച്ചാൽ അറിയാം. ഹൃദയ വിചാരങ്ങൾ ദൈവം അറിയുന്നു എന്നാണല്ലോ പറയുന്നത്. നമ്മുടെ ഹൃദയം നമ്മൾ പരിശോധിച്ച് നോക്കണം. നമ്മുടെ മനസ്സ് എത്ര കഠിനമാണ്. നാം എന്താണ് പറയുന്നത്? വചനമാണോ, അതോ ലോകകാര്യമാണോ, അതോ സ്വാർത്ഥതയാണോ, മറ്റുള്ളവരെ വിധിക്കുകയാണോ, കുറ്റപ്പെടുത്തുകയാണോ? നാം എന്താണ് ചെയ്യുന്നത്? എങ്ങനെ എൻ്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തും? എന്നെ ഞാൻ കഴുകി ശുദ്ധമാക്കാതെ, എൻ്റെ മനസ്സാക്ഷിയെ നിർമ്മലമാക്കാതെ ദൈവസന്നിധിയിൽ എങ്ങനെ എൻ്റെ പ്രാർത്ഥന എത്തും? ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കണം. യേശുക്രിസ്തു എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണം. യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയോട് ചേർത്ത് യേശുക്രിസ്തു പിതാവിന് എൻ്റെ പ്രാർത്ഥന സമർപ്പിക്കുന്നുണ്ടോ? എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഫലം നൽകുന്നുണ്ടോ? ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ? ഞാൻ ദൈവത്തിൻ്റെ മകനാണോ, മകളാണോ? ആത്മാവ് പരിശോധിക്കുമ്പോൾ വ്യക്തമായി അറിയാം. ഒരു മനുഷ്യന്റെ ആത്മാവ് ദൈവത്തോട് കൂടെ വസിക്കുന്നെങ്കിൽ അവൻ ആത്മീകനാണ്, ജഡീകനല്ല. അവരുടെ ആത്മാവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞിരിക്കും. നമ്മുടെ ഹൃദയം
പരിശോധിക്കുന്നത് ദൈവമാണ്. നമ്മൾ വിധികർത്താക്കന്മാരാകരുത്. ആരെയും വിധിക്കരുത്. ആരെയും വേദനിപ്പിക്കരുത്. കാരണം യേശു പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കരുത്. നമ്മൾ ഒരു മനുഷ്യനെ ആവശ്യമില്ലാതെയോ അനാവശ്യമായിട്ടോ വിധിക്കുന്നെങ്കിൽ ആ വിധി നമ്മുടെ മേൽ തിരിച്ചു വരും. എങ്ങനെയാണ് നാം വിധിക്കുന്നത് തിരിച്ചു വരുന്നത്? നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടാൽ ആപത്തുകൾ നമ്മുടെ അടുക്കൽ വരും. ആപത്തുകൾ നമുക്ക് വരുമ്പോൾ രോഗങ്ങൾ നമ്മളെ വന്ന് പിടിമുറുക്കും. മുറിവുകൾ നമ്മളെ വിലയ്ക്ക് വാങ്ങും. അകന്നു പോകാത്ത സങ്കടങ്ങൾ മനസ്സിനെ നൊമ്പരപ്പെടുത്തും. അറിയാത്ത വേദനകൾ പലതും നമ്മുടെ മേൽ വന്ന് പതിക്കും. ഇവയെല്ലാം നമ്മുടെ ദൈവാനുഗ്രഹത്തെ അകറ്റിക്കളയും. നമ്മുടെ ഹൃദയങ്ങൾ ദൈവം പരിശോധിക്കുമ്പോൾ, നമ്മുടെ ഹൃദയം ദൈവം പരിശോധിക്കും. ഏത് നിമിഷവും മനുഷ്യന്റെ ഹൃദയത്തിന്റെ അധികാരി യേശുക്രിസ്തുവാണെങ്കിൽ ആ അധികാരി നമ്മുടെ അരികിൽ വന്ന് നമ്മുടെ ഹൃദയം പരിശോധിക്കുമ്പോൾ, നമ്മുടെ ഹൃദയം ശുദ്ധിയാണെങ്കിൽ നമുക്ക് ആ യേശുവിനെ ഹൃദയത്തിൽ കാണാൻ കഴിയും. യേശു ഹൃദയങ്ങൾ പരിശോധിക്കുന്നവനാണ്. ഭൂമിയിൽ നമുക്ക് മേലധികാരികളുണ്ട്, ഉദ്യോഗസ്ഥന്മാരുണ്ട്, അധികാരികളുണ്ട്. അവരൊക്കെ നമ്മുടെ പ്രവൃത്തികളെ പരിശോധിക്കും. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയുടെ ആഴവും വിശ്വാസത്തിന്റെ ഉറപ്പും പരിശോധിക്കുന്നത് യേശുക്രിസ്തുവാണ്. കാരണം ആത്മാക്കളുടെ രക്ഷകനും ജീവന്റെ പരിപാലകനും ഹൃദയത്തിന്റെ അധികാരിയും കർത്താവായ യേശുവാണ്. അതുകൊണ്ടാണ് യേശു ഒരു വചനം പറഞ്ഞിരിക്കുന്നത്, യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മറ്റാരിലും ആ വിശ്വാസം ദൈവം പറഞ്ഞിട്ടില്ല. അത് യേശുവിൽ മാത്രം ഉറച്ചു നിൽക്കുന്ന ഒരു സത്യമാണ്. യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മറ്റൊരു വിശ്വാസം ഇവിടെ യേശു പറയുന്നത്, പൊയ്ക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. ഇവിടെ അതല്ല, തിരിച്ചാണ്. യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പം നമ്മുടെ ഹൃദയത്തെ ആത്മാവിലൂടെ പരിശോധിക്കുന്ന ക്രിസ്തു നമ്മളിൽ വന്നു കഴിയുമ്പോൾ, നമ്മുടെ ഹൃദയം ശുദ്ധിയാണെങ്കിൽ യേശുവിൻ്റെ തിരുമുഖം നമ്മൾ ദർശിക്കും. കാരണം ഹൃദയത്തിൻ്റെ അധീപനും ഹൃദയത്തിൻ്റെ അധികാരിയും നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നതും യേശുവാണെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. പ്രൈസ് ദി ലോർഡ്.